അപ്പോൾ ഗായ്സ് ഒരുപാട് നാളായി ലോങ് വീഡിയോ ഇട്ടിട്ടെന്നറിയാം. അപ്പം നമ്മളെന്തായാലും കുറേ കാലത്തിന് ശേഷം അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് നമ്മുടെ ജയ്ഗുരുവിൻ്റെ ഗാങ്സ്റ്റാറാണ് ഗൈസ്. നമ്മളെന്തായാലും ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കിന്നൊരു 1 ഡേ ട്രിപ്പാണ് ഗൈസ്. അപ്പം ഇവിടെ എന്തൊരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരെയും കൊണ്ടാണ് നമ്മൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അതിലേക്ക് എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ് നമ്മൾ. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി നേരെ ഈ പാർക്ക് ചെയ്യാം. ഓക്കെ, അതെല്ലാം കയറുന്നുണ്ട്. ലഗേജസ് ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെയൊക്കെ തുറന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം എല്ലാവരും പാക്ക് ചെയ്ത് തോന്നും. നമുക്കെന്തായാലും വണ്ടി നേരെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഇവനെന്താ കയറാത്ത? ഇവൻ കയറി മച്ചാനെ. ഓക്കെ, എല്ലാം കയറി ഇല്ലേ? ഇതെന്താണ് ഇത്ര സ്ലോ? ഒരു മഴയത്തുമാണ്. ഓക്കെ, എല്ലാവരും കയറിയിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുത്തെ റോഡ് കുറച്ച് സീനാണ് ഗൈസ്. അതായത് ഒരു ബസ്സിന് ജസ്റ്റ് കയറി ഇറങ്ങാനൊരു സ്ഥലമേ ഉള്ളൂ. ഒന്നങ്ങോട്ടോ മാറിയാൽ തട്ടിപ്പോവും. ഓക്കെ, നമുക്ക് ഇനി അവിടെ പോയി തിരിച്ച് വരണം. ഇവിടെ 1 വേ ആണ്. നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് തിരിച്ച് വരേണ്ടി. ഓ, ബസ് കയറി. തട്ടുമോ? തട്ടൂലെന്ന് തോന്നുന്നു. ഇല്ലല്ല കൈസ്, തട്ടില്ല പോവാം. അപ്പോൾ നമ്മുടെ BS6 വളയവും പിടിച്ചുകൊണ്ട് നമ്മൾ നേരെ പോവുകയാണ്. കത്തിച്ച് വിടുകയാണ് ഗൈസ്. നമുക്കെന്തായാലും ഇന്ന് വൈകുന്നതിന് മുന്നേ തന്നെ അവരെ കൊണ്ടുപോകണം. ഇവിടെ നിന്ന് തിരിക്കാമല്ലേ ഗൈസ്? ഓക്കെ, ഇങ്ങോട്ട് കയറ്റി ഇവിടുന്ന് അങ്ങ് തിരിക്കാം, അതായിരിക്കും നന്നാവുക. ഓക്കെ, നമ്മളൊക്കെ എന്തായാലും ഇങ്ങോട്ട് കയറ്റിയപ്പോൾ അവൻ്റെ വണ്ടിയൊക്കെ പോട്ടെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഫ്രണ്ട് എടുത്ത് കുറച്ച് ബാക്ക് എടുത്ത് ഇവിടുന്ന് തന്നെ അങ്ങ് തിരിച്ച് പോവാം. മറ്റേ നമ്മൾ അപ്പുറത്ത് പോകേണ്ടി വരും. മാപ്പൊക്കെ കാണിച്ചിരുന്നത് ഗൂഗിൾ മാപ്പൊക്കെ കണക്കാണ് ഗൈസ്. ഓക്കെ, എല്ലാം കുറച്ച് ഫ്രണ്ടിലേക്ക് എടുക്കാം, ഇരിക്കാം. ഓക്കെ, നമുക്ക് ബാക്ക് എടുക്കാം. ബാക്ക് തട്ടില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഈ വണ്ടിയുടെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ? 2255 ഫാൻസി നമ്പറാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ബസ്സിന് ഫാൻസി നമ്പർ എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ നേരെ വണ്ടി തിരിച്ചിട്ട് നമ്മൾ നേരെ പോവാണ്. ഓക്കെ, ഇവിടെ ബ്ലോക്കായി ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും കത്തിച്ച് വിടാൻ വേണ്ടി പോവാണ്. ഇപ്പോഴാണ് നമ്മുടെ ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ടായെന്ന് അറിയാം. മഴ ഇല്ലാതെ എന്തിനാണ് ഞാൻ വെറുതെ വൈപ്പർ ഇട്ട് വെച്ചേക്കുന്നത്? അതായത് വൈപ്പറിൻ്റെ സ്വിച്ച് എവിടെ? ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇല്ലേ വൈപ്പറിൻ്റെ സ്വിച്ച്? മേലെ എന്താ അറിയില്ല ഗൈസ്, വൈപ്പറിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ലേ? ഓക്കെ, നമ്മളൊന്ന് കത്തിച്ച് വിട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ട്രക്കിന് ജസ്റ്റ് ഒന്ന് ഓവർടേക്ക് ചെയ്യാം. ട്രക്കേ നീ കുത്തിരി, ഇപ്പോഴത്തെ ട്രക്ക് കുത്തിയിട്ടില്ല. പോവാം. ഓക്കെ ഗൈസ്. ഓ മാൻ, മാസ്റ്റർ അമ്മീ. ഓ, പിടിച്ചേനെ. ഓക്കെ, ഇന്നലത്തെ സ്പീഡിൽ പോവാണ്. ഞാൻ വിചാരിച്ചു ഇത് 1 വേ ആയിരിക്കും. നമ്മുടെ മാപ്പ് ലോഡിംഗ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥലത്തെത്താറായിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഇതൊരു ചുരം പോലൊരു റോഡാണ് ഗൈസ്. നമുക്കെന്തായാലും കുറേ ഹെയർപിന്നൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങനെ പോവാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോസ് വരുന്ന നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മളെന്തായാലും നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പഴയതുപോലെ നമ്മുടെ വണ്ടി കൊണ്ട് വലിയുന്നില്ല. എന്താണെന്ന് അറിയില്ല ഗൈസ്. നമ്മുടെ സർവീസിന് ടൈം ആയെന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യണത്. ഓക്കെ, നമ്മളെന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റെഡി ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അധികം സ്പീഡോട് കൊണ്ട് കയറുന്നില്ല. റിസ്ക് എടുക്കണം ഗൈസ്, കുറച്ച് വളവൊക്കെയാണ്. ഇതിലൂടെ ഒന്ന് ഓവർടേക്ക് ചെയ്യുക വേണ്ട. ഞാൻ ഇതുപോലെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് പണി കിട്ടിയതാണ്. അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എത്തിയിട്ടില്ല. ഏകദേശം എത്താറായിട്ടുണ്ട് ലൊക്കേഷൻ. കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അത്ര വലിയ ട്രിപ്പല്ല, ചെറിയ ട്രിപ്പായിരുന്നു. ഇങ്ങോട്ട് ഒക്കെ നമ്മൾ ലോറിയിട്ട് വയ്യാതെ. ലോറി അങ്ങോട്ടാണോ? ഒക്കെ തന്നെ വയ്യാതെ കത്തിച്ച് പിടിച്ചു നോക്കാം. ഓക്കെ, ചെറിയ റോഡാണ്. അങ്ങോട്ടും മാറി 2 സൈഡും കൊക്കയാണ് ഗൈസ്.
ഓക്കെ. ഈ സൈഡിൽ കൂടി വെക്കാം. 100-120 ഓടിക്കാണോ ഉണ്ട് എൻ്റെ മനസ്സിൽ നിങ്ങളാരും കാണാണ്ട് പോകരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ട്രക്കിനൊന്നും ഓവർടേക്ക് ചെയ്യാൻ പറ്റൂല. ട്രക്കാണെങ്കിൽ സ്പീഡ് പോകുന്നുമില്ല, ഇതാണ് പ്രശ്നം. ട്രക്കേ നീ മാറാത്തതെന്ത്? മാറുന്നില്ലല്ലോ. എന്നാലും കുറച്ച് സ്പീഡിൽ പോയി നോക്കാം. ഹോൺ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഗൈസ്, ഇവരൊന്നും മാറത്തില്ല. നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് കയറി നോക്കിയാലോ? എനിക്ക് പേടിയാകുന്നുണ്ട്. ഇപ്പോൾ ട്രക്കിലേക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഗൈസ്. എന്നാലും നമുക്ക് എത്തിയിട്ടില്ല, നമുക്ക് കാല് കൊടുത്ത് വിടാൻ പറ്റുന്നില്ല. ഇതിലൂടെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് നോക്കാം. ഗൈസ് തട്ടി. വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടേനും. ഒന്നും കുഴപ്പമില്ല. നമുക്കെന്തായാലും വണ്ടി കുറച്ച് സൈഡിലോ മുമ്പേ കുറച്ച് തട്ടലൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അപ്പം ഇതങ്ങനെ തന്നെ പോട്ടെ. എൻ്റെ മാസ്മേറ്റിക് ഡ്രൈവിങ് കണ്ടിട്ട് ബസ്സിലെല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബോധം പോയതാണെന്ന് പോലും അറിയില്ല. ഓക്കെ, പിന്നെയും തട്ടി. ഈ റോഡ് അങ്ങനത്തെ റോഡാണ്. ഞാൻ കുറച്ച് സ്പീഡായിരുന്നു, എൻ്റെ അകത്താണ് തെറ്റ്. നമ്മൾ തന്നെ മെല്ലെ പോവാം. റോഡ് ഇത്ര ചെറുതായതുകൊണ്ടാണ് ഗൈസ്, ഇല്ലെങ്കിൽ എൻ്റെ ഡ്രൈവിങ് നിങ്ങൾക്ക് അറിയാമല്ലോ, നേരത്തെ കണ്ടതല്ലേ. അപ്പം നമുക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ആൾക്കാരെ ഇറക്കേണ്ടത്. നല്ല തിരിച്ചിങ്ങോട്ട് തിരിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, എന്തായാലും അവരെ ഇറക്കുകയാണ്. നമുക്കെന്തായാലും ഇപ്പം തന്നെ പോകാം. ഞാനെന്തായാലും ഇറങ്ങുന്നില്ല, നമുക്ക് പെട്ടെന്ന് വരെ വീട്ടിലാക്കണം. പെട്ടെന്ന് വരെ ഇറക്കിയെടുത്താക്കിയിട്ട് വേണം നമുക്ക്. നാളെ ഒരു ട്രിപ്പ് വരുന്നുണ്ട്, അതിന് മുന്നേ നമുക്കൊന്ന് കുറച്ച് പണിയുണ്ട് വണ്ടിക്ക്. നാളെ അല്ല, രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ട്രിപ്പ്. അപ്പോൾ നമുക്ക് വണ്ടി കുറച്ച് പണിയുണ്ട്. ഒന്ന് സർവീസ് സെൻറ്ററിൽ കൊടുത്തു നോക്കട്ടെ. ഒന്ന് കിട്ടിയെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നുണ്ട്. നല്ല കാശ് തന്നെ കത്തിച്ച് വിട്ടു കൊടുക്കണം. വണ്ടിക്ക് എന്തായാലും സർവീസിന് ടൈം ആയിട്ടുണ്ട്. ചെറിയൊരു ഹാൻഡ്ലിങ് ഇഷ്യൂസ് അങ്ങനെ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ ഹാൻഡ്ലിങ്. കൊള്ളാം, സ്മൂത്തായിട്ട്. പിന്നെ BS6 ഓടിക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ്. ഓക്കെ, അത് റിയൽ ലൈഫിൽ കൂടി അല്ലെങ്കിൽ തന്നെ ഗെയിമിൽ തന്നെ നമുക്ക് അറിയാം BS6 വണ്ടിയും BS4 വണ്ടിക്ക് ഓടിക്കുന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഈ ഇതിൻ്റെ മോഡ് വേണമെങ്കിൽ ലിങ്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഈ മോഡിൻ്റെ ലിങ്കും ഈ മോഡ് കിട്ടുന്ന ഇത് നമുക്ക് ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ കൂടിയാണ് ഈ മോഡ് നമുക്ക് കിട്ടുക. ആ ആപ്പ് വേണമെങ്കിൽ ഞാൻ ആപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. എല്ലാവരും ലിങ്കും താഴെ കമൻറ്റ് ചെയ്തോളൂ വേണ്ടവർ കേട്ടോ. ഓക്കെ, സ്പീഡിൻ്റെ മുന്നേ ഞാനൊരു കില്ലാടി തന്നെ, എന്താ അല്ലേ ഡ്രൈവിങ്. ഓക്കെ, ട്രക്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. എന്ത് ആക്സിലേറ്റർ കൊടുത്തിട്ട് ഓക്കെ. ഇപ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരു വൈപ്പറിൻ്റെ ഇഷ്യൂ ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പോൾ വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും തിരിച്ച് നമ്മൾ ഏകദേശം നാട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വേഗം നമുക്ക് എടുത്തെടുത്ത് തന്നെ ഇറക്കാം. നമുക്ക് അടുത്ത ട്രിപ്പിന് മുന്നേ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കണം. ഈ മാപ്പ് ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ പുതിയ മാപ്പാണ്, ഈ റൂട്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. മാപ്പൊക്കെ കണക്കാണ്, അത് വേറെ. ഇതുവരെ വഴിയൊന്നും തെറ്റിയിട്ടില്ല. ഇവിടുത്തെ വഴിയൊക്കെ എനിക്ക് ഏകദേശം അറിയാൻ കഴിയും. നമുക്ക് എന്തായാലും ഇവിടെയാണ് അവർ ഇറക്കേണ്ടത്. ഓക്കെ, നമുക്ക് എല്ലാം തിരിച്ചങ്ങോട്ട് അകത്തേക്ക് കയറാം. ഇവിടെ ഈ പില്ലേഴ്സിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കൺജസ്റ്റഡ് ആണ്. നമുക്ക് മെല്ലെ അകത്തോട്ട് പോകണം ഗൈസ്. ഓക്കെ, തട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും ഇവിടെ വല്ല ഇറക്കി കൊടുക്കാം. എന്നിട്ട് വാടക വാങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇതിന് മുന്നേ ഗൈസ് നമ്മളൊരു ചേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ചേസ് ഡെലിവറി കിട്ടിയില്ല. അപ്പോൾ നമ്മളെന്തായാലും അടുത്തായിട്ട് നമ്മുടെ ബസ് വരുന്ന വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.